ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 96. ഞാൻ ഈ 2.5-3 വർഷം എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ ഒരു വീഡിയോ പോലും വരാത്തൊരു ദിവസം, വളരെ അങ്ങനത്തെ ഒരു ദിവസം അപൂർവം എന്നല്ല, ഇല്ല, നടന്നിട്ടില്ല. ഇന്നിപ്പോൾ അത് നടക്കും തോന്നുന്നു. കാരണം ഐ വാസ് സോ ബിസി. മാച്ച് ഉണ്ടായിരുന്നു, ക്രിയേറ്റേഴ്സ് വേഴ്സസ് നമ്മുടെ ആക്ടേഴ്സായിട്ടുള്ള കേരള സ്ട്രൈക്കേഴ്സ് ടീമുമായിട്ട്, CCL കളിക്കുന്ന ടീമുമായിട്ട്. സോ രാവിലെ മുതൽ ഭയങ്കരമായിട്ട് ഒരു 3-4 ദിവസമായിട്ട് ഈ മാച്ചിൻ്റെ കാര്യത്തിലൊക്കെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു. വേറെ കണ്ടൻറ്റുകൾ നോക്കാൻ പറ്റുന്നില്ല. ബിഗ് ബോസ് മാത്രമായിരുന്നു കണ്ടൻറ്റാക്കി പിടിച്ചത്. പക്ഷെ ഇന്നൊരു നൈറ്റ് മാച്ചായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ആ ടൈം കൊണ്ട് പോയി കിട്ടി. ദയവേത് ക്ഷമിക്കുക എന്നാണ് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് ഇന്ന് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, തുടക്കം തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാനുള്ളതായിട്ടുള്ള ആ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. ആ എൻറ്റയർ സെഗ്മെൻറ്റ് ഓക്കെ ആദില അനുമോക്കിട്ടുള്ള അടീൻ്റെ മുകളിൽ അങ്ങോട്ട് കത്തി. ആദില പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒരുമാതിരി മറ്റേ ബട്ടർ ചെയ്തിട്ടുള്ള രീതിയിൽ പലരും അവിടെ ഇരിക്കുന്നവരിത് ആ ഒരു തമാശ രീതിയിലെടുത്തപ്പോൾ, പക്ഷെ അത് ആദില തമാശയല്ല എന്നുള്ള രീതിയിൽ തന്നെ അനുമോക്കിട്ടുള്ള അടി. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചത് ആദില എല്ലാ കാര്യങ്ങളും അവിടെ എന്താണോ ശൈത്യയോട് പറഞ്ഞ് ബാക്കിയുള്ളവരോട് പറഞ്ഞത് അതൊക്കെ വിളിച്ച് പറഞ്ഞ് ഒരു മാസീവ് ഫൈറ്റിലേക്ക് പോകുമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും യൂ ടേൺ അടിച്ചിട്ട് ഇത് പട്ടാ ഗേൾസ് ഗ്യാങ്ങായി. ഇന്നും ഇപ്പോൾ അത് യൂ ടേൺ അടിച്ചിട്ട് പട്ടാ ഗേൾസ് ഗ്യാങ്ങായി. അപ്പോൾ ഇതന്നെയാണ് ആദിലയുടെ പ്രശ്നം. ആദിലയുടെ ഗെയിമിലെ ഏറ്റവും വലിയ പോരായ്മയും ഈ സാധനമായിരുന്നു. നൂറ വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി അവരുടെ ആ സ്റ്റാൻഡ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അങ്ങനെയല്ല, അതിൽ ഇമോഷണലി കുറച്ചും കൂടി എവറി ഹ്യൂമൻ ബീങ്സ് ആർ ഡിഫറെൻറ്റ്. അതിൽ കുറച്ച് അങ്ങനത്തെ ഒരു എന്താ പറയുക ഇമോഷണൽ സാധനം കീപ്പ് ചെയ്യും. ചിലപ്പോൾ അത് ഔട്ട് ബേസ്റ്റ് ആവുന്ന സമയത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നൊന്നും ഒരു ഐഡിയ അതിലേക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ആ ടൈമിൽ അനുവിനിട്ട് അടിച്ച അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര അടിയായിരുന്നു. അത് ബാക്കിയുള്ളവർ എൻജോയ് ചെയ്തു കേട്ടോ. ശൈത്യ, ബിൻസി, ഷാരിക അവരൊക്കെ എൻജോയ് ചെയ്തു. കാരണം അനുമോക്കിട്ടുള്ളതാണല്ലോ അടി. അപ്പോൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്തൊരു സാധനമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേഷൻസ് പറഞ്ഞു തീർത്തു. ഓക്കെ, അതിൽ ഗിസേലിൻ്റെ അടുത്ത് നെവിൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ഫ്രീ ഹിറ്റ് പോലെ കണ്ടു. ആൻഡ് ഒരു വലിയൊരു സാധനമാണ് നെവിൻ പറഞ്ഞത്. അവനായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്തത്. അതായത് അവിടെ പലപ്പോഴായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്, ഇവൻ എന്താ ഗിസൈലിൻ്റെ അടുത്ത് ഇങ്ങനെ പോണേ, കെട്ടിപ്പിടിക്കണേ, ഇരിക്കണേ, സംസാരിക്കണേ എന്നൊക്കെയുള്ള രീതിയിലുള്ള പല സാധനങ്ങളും വീടിനകത്ത് പൊട്ടിയ സമയത്തും ഗിസൈൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ നെവിനായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അതൊരു ഭയങ്കര അടിപൊളിയായിരുന്നു. അതേപോലെ അക്ബർ ആര്യനെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇമോഷണലായത് ഭയങ്കരമായിരുന്നു. അതൊക്കെ നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു. അതിനുശേഷം ഇവരുടെ കുറേ ഇന്നലെ സെൻറ്റിമെൻറ്റ്സ് ആണെങ്കിൽ ഇന്ന് അവരുടെ ഹുക്ക് സാധനങ്ങളുണ്ട്. ഈ സീസണിൽ ഹിറ്റായവരുടെ ഡയലോഗുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് ആ സാധനം കാണിച്ചു. അതിൻ്റെ ലാസ്റ്റ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് സീൻ ഓഫ് ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയാൻ പറ്റുന്ന പോലെ ശൈത്യ, അനുമോളും ആദിലും നോറയും കൂടി 4 ആളും കൂടി കെട്ടിപ്പിടിച്ച് പട്ടാ ഗേൾസ് ഗ്യാങ്. എന്തിനാണ് നാട്ടുകാരെ കണ്ണിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പരിപാടി കാണിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. അവരെ തന്നെ സ്വയം ചതിച്ചുകൊണ്ടും പറ്റിച്ചുകൊണ്ടും ഇരിക്കുക എന്നുള്ളത്, ഇവരൊക്കെ ഫേക്കാന്നുള്ളത് അവരൊറ്റ കെട്ടിപ്പിടുത്തുനിന്ന് മനസ്സിലായടെ. ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും കണ്ണ് അറിയാം. എന്നിട്ട് ഇവരെ ഇമോഷൻസ് ഇവർക്ക് താങ്ങാൻ പറ്റാതെ ഇവരെല്ലാവരും കൂടി മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പത്തമ്പുരാൻ സുഭദ്ര എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ പോലെ കെട്ടിപ്പിടിക്കുക. എന്നിട്ട് പിന്നെ അവിടുന്ന് ഒറ്റയും തെറ്റിയായിട്ട് പോയിട്ട് ഇരുന്നിട്ട് വീണ്ടും കുറ്റം പറയുക. എന്തുവാ ഇത്? ഇങ്ങനത്തെ സ്റ്റാൻഡില്ലായ്മ പരിപാടികൾ ഇവർ കാണിക്കുന്നത് കൊണ്ടാണ് ഈ പട്ടാ ഗേൾസ് ഗ്യാങ് ആണ് ഈ സീസണിലെ ദ മോസ്റ്റ് ടോക്സിക്, ദ മോസ്റ്റ് ബുള്ളി ഗ്യാങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഞാൻ ആര്യനോ അക്ബറിനോ നെവിനോ അങ്ങനത്തെ ആ ഗ്യാങ്ങിനൊന്നും ഞാൻ പറയില്ല. ഇവരെ ഗ്യാങ്ങാണ്, ഈ പട്ടാ ഗേൾസ് ഗ്യാങ് ആണ് ഈ സീസൺ മൊത്തം ഈ രീതിയിൽ താറുമാറാക്കിയ ടീമുകൾ. ഉള്ള കാര്യം പറയാമല്ലോ, ഈ വിറ്റങ്ങൾ കാരണമാണ് ഈ സീസണിൻ്റെ അകത്ത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇവർക്കും പേഴ്സണൽ ഇഷ്യൂ ഉണ്ട്, ഇവർ കാരണം ബാക്കിയുള്ളവർക്കും പേഴ്സണൽ ഇഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ബിഗ് ബോസിൻ്റെ എൻറ്റയർ സീസണിൽ ഇങ്ങനത്തെ ഒരു നാറിക്കൂട്ടം വന്നിട്ടുണ്ടാവില്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഭയങ്കര സങ്കടമുണ്ട് പറയുന്നില്ല, പക്ഷെ എന്നാലും പറയുകയാണ്. കാരണം ഇവർ സ്വയം ചതിക്കുകയാണോ എല്ലാവരും കൂടിയിട്ട്? ശൈത്യം വന്നപ്പോൾ ശൈത്യക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്യൂസ് ഈ കട്ടപ്പ സാധനം കൊണ്ടുണ്ടായിരുന്നു അനുമോളത്. ഇപ്പം അത് ഈ കെട്ടിപ്പിടുത്തം കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞിട്ട് ആ ശൈത്യ കരയുന്നുണ്ട്. ആ ശൈത്യം അവിടെ കെട്ടിപ്പിടിക്കാൻ പോയി. അതിന് വേണ്ട അനുമോള് വെളുപ്പിച്ച് അനുമോക്ക് ORMൻ്റെ ആവശ്യമില്ല, PRൻ്റെ ആവശ്യമില്ല. സ്വന്തം പുട്ടിയും ബക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുക അനുമോള്. ഒരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ അതിന് മുന്നിൽ കൊണ്ടുപോയിട്ട് ഫ്രെയിമാക്കി വെച്ചിരുന്നിട്ട് അങ്ങോട്ട് പൊട്ടിയിട്ട് സ്വയം വെളുപ്പിക്കാൻ തുടങ്ങും. ഇത് ഷാനവാസിൻ്റെ അടുത്താണ്.
ആ നമ്പർ എഴുതി കൊടുത്ത സ്കീം ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ട് ആ നമ്പർ എഴുതി കൊടുത്തത് അനുമോൾ ബിനുവിൻ്റെ നമ്പറായിരിക്കില്ല. അനുമോൾ എഴുതി കൊടുത്തിട്ടുണ്ടാവുക അച്ഛൻ്റെയോ അമ്മയുടെയോ ചേച്ചിയുടെയോ നമ്പറായിരിക്കും. എന്നിട്ട് ബിനുവിനെ കണക്ട് ചെയ്യാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ആ പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് എഴുതി കൊടുത്തത് പാരൻസിൻ്റെ നമ്പറാണ്. ഓക്കെ, ഇവരെന്നെ ഇതൊക്കെ കുരുട്ട് പരിപാടികൾ കാണിക്കും. ഒരു തരം കിട്ടുമ്പോൾ ഈറ്റങ്ങളൊക്കെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും. അല്ല, ബെസ്റ്റ് ടീമാണ് എന്താണെങ്കിലും എല്ലാം. ഒരു സൈഡിൽ അനുമോളെ വെളുപ്പിക്കുന്നു, അപ്പുറത്തെ സൈഡിൽ ആദില നോറ വീണ്ടും പോയിരുന്ന ആദില വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ലൂപ്പ് മോഡിൽ. ഏത് അവളല്ലേ ബേബി ഇത് പറഞ്ഞത്, ഇപ്പോൾ അവളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. ആക്സെപ്റ്റ് ഒന്നും ചെയ്യാത്ത ഒരാളാണ് നിങ്ങളുടെ ചങ്ക് ഫ്രണ്ടായ അനുമോൾ എന്നുള്ളത് അതിനകത്ത് 90-96 ദിവസം നിന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആദില? അവർ ചെയ്യുന്ന ഒരു കാര്യം അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. അപ്പം പിന്നെ പറയാനുള്ള ഇക്വേഷൻസ് പറഞ്ഞ് തീർത്ത് പോരേണ്ടിയിരുന്നു. ഇതത് പറഞ്ഞില്ലല്ലോ. അവിടെ ഇവിടെ ക്യാമറയിൽ നാട്ടുകാരെ കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അത് സക്സസ്ഫുള്ളായി. പക്ഷെ അതുകൊണ്ടും ഒരു പരിധി വരെ ബെനിഫിറ്റ് ആർക്ക് പോയി? അനുമോക്ക് പോയി. കാരണം ഒപ്പം നടന്ന ഫ്രണ്ട്സ് ചതിയത്തികൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചതിയത്തിയാണെന്നും അതിലൊരു കട്ടപ്പയാണെന്നുള്ളൊരു വേർഷനല്ലേ പുറത്ത് ആളുകളിലേക്ക് പോയിട്ടുണ്ടാവുക. അവിടെ അനുമോക്ക് വലിയ രീതിയിൽ അത് ബാധിക്കുന്ന എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ ആ 2 ഫ്രെയിം കഴിഞ്ഞു. ഷാനവാസ് അനുമോൾ ഫ്രെയിം കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആദില നോറ ഇരിക്കുന്നു. എഗെയിൻ അനുമോളെ കുറിച്ച് പറയുന്നു. അടുത്തതാ നടക്കുന്നു ശൈത്യ അനുമോളും ടോയ്ലറ്റിനകത്ത് ഭയങ്കര കച്ചറ. ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പുറത്തുള്ള കാര്യം പറയരുത്. ബിഗ് ബോസ് സ്വയം മണ്ടനാവരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മണ്ടനാണെന്നുള്ളത് നാട്ടിലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ പണി കാണിക്കരുത് ബിഗ് ബോസ്. ദയവ് ചെയ്തിട്ട് ബിഗ് ബോസിനോട് റിക്വസ്റ്റാണ്. കാരണം കാണുന്ന പ്രേക്ഷകർ ഞങ്ങൾ മണ്ടന്മാരല്ല. നിങ്ങൾ അവിടെ ആ സ്ഥലത്തിരുന്നിട്ട് പുറത്തെ കാര്യം പറയരുതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ലൈവ് കണ്ടവർക്കറിയാം രാത്രി സമയത്ത് ഒക്കെ പുറത്തുള്ള കാര്യം വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ പി ആറിനെ കുറിച്ചും പി ആറിന് പൈസ കൊടുത്തതിനെ കുറിച്ചും പി ആറിൻ്റെ പേരുമായിട്ട് എല്ലാ കാര്യവും പുറത്തുള്ള കാര്യങ്ങളാണ് ഇതേ ശൈത്യം അനുമോളും സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോഴെന്തെങ്കിലും വിളിച്ച് പറയാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ വിളിച്ച് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലേ പുറത്തെ കാര്യം പറയരുത് എന്നുള്ളത്? അപ്പോൾ സ്വയം മണ്ടനാണെന്നുള്ളത് കാണിക്കരുത്, ദയവ് ചെയ്തിട്ട് കാണിക്കരുത്. ഞങ്ങളും മണ്ടന്മാരല്ല. അപ്പോൾ ആവശ്യമുള്ള കണ്ടന്റ് നിങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതൊരു സാധനം അതിങ്ങനെ വന്ന് എസ്കലേറ്റ് ആയപ്പോഴത്തേക്ക് നിങ്ങളത് കട്ട് ചെയ്യിച്ച് ദയവ് ചെയ്ത് ആ പണി കാണിക്കരുത്. കാണിക്കുകയാണെങ്കിൽ ഫുള്ളാണ് കാണിച്ചോ. കാരണം ഈ സീസണിലൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒന്നും കാണിക്കാതിരുന്നിട്ടില്ല. വന്ന് കയറി എല്ലാവരും പുറത്തെ കാര്യം പറയാൻ വേണ്ടി തന്നെ കയറിയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ടോയ്ലറ്റിലൊരു സീൻ വീണ്ടും ക്രിയേറ്റ് ചെയ്തു. ശൈത്യയ്ക്ക് പ്രോബ്ലംസ് ഉണ്ട് പേഴ്സണലി, അത് നീ വിളിച്ച കാരണം കൊണ്ടാണെന്നുള്ളത് ശൈത്യ പറഞ്ഞു തുടങ്ങുന്നു. അതിനിടയിൽ അഭിലാഷ് വന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. ആകെ മൊത്തം കരച്ചിലും സീനുമായിട്ട് അതാണ് പോയി. അതിനുശേഷം കളർ ബോംബ് എവിക്ഷൻ, മിഡ് വീക്ക് എവിക്ഷൻ. ആദില പുറത്തു വരികയാണ്. ആദിലയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു മിഡ് വീക്ക് എവിക്ഷൻ കുറച്ചുകൂടി മുന്നേ നടന്നിട്ട് പുറത്ത് പോകണം, അല്ലെങ്കിൽ പണപ്പെട്ടി എടുത്ത് ഓടി പുറത്ത് പോകണം. കാരണം 2 പേര് നിന്നാൽ ഒരാൾക്കേ വിന്നിങ് ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് 2 കണ്ടസ്റ്റൻ്റ് ആക്കിയോടുകൂടി ഒരാളെ ജയിക്കൂ. അപ്പം 2 പേരുടെയും വോട്ട് സ്പ്ലിറ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ പുറത്ത് പോകണം. സോ ആദില ന്യൂസ് ഷീ ഈസ് ദ വൺ ടു ഗോ ഔട്ട്. അതിനു വേണ്ടിയുള്ള തത്രപ്പാടാണ് ആദിലയുടെ ഇത്രയും ദിവസം നമ്മൾ കണ്ടിട്ടുള്ളത്. ആ തത്രപ്പാട് അങ്ങോട്ട് റെഡിയായി. ആദിൽ ഇന്ന് പുറത്ത് പോയി. ഇന്നിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആദില വീഡിയോ ഇട്ടിട്ടുണ്ട് നൂറയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇനി വോട്ടിങ്ങിൻ്റെ പാറ്റേണിൻ്റെ ഇക്വേഷൻസ് മാറുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. മനസ്സിലായില്ലേ? ചാൻസസ് ആർ വെരി ഹൈ. ഇവിടെ എല്ലാവരും വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വോട്ടിംഗ് ആയിട്ടും വേറെ ഹിന്ദി ബിഗ് ബോസ് പോയിട്ടൊക്കെ വോട്ട് ചോദിച്ചു അക്ബർ ബി ആർ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ അനുമോൾ ബി ആർ പിന്നെ റോഡായ റോഡും നാടായ നാടും ഇറങ്ങിയിട്ട് ജാതിക്കാർഡും മറ്റേ കാർഡൊക്കെ എടുത്ത് അടിച്ചിട്ട് മേടിക്കുന്നുണ്ട്. മെഡിക്കൽ മറ്റേ ഇതിൻ്റെ കാർഡ് വരെ അടിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മെഡിക്കൽ കോളേജ് കാർഡ്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ നൂറയെ ജയിപ്പിക്കാൻ ആദിലയുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ 1-2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിനിടയിൽ നമ്മൾ എപ്പിസോഡിൽ കണ്ടത് ആദില ഇല്ലാതെ കരഞ്ഞ് കിടക്കുന്ന നൂറയാണ്. ഓക്കെ, ഇനി കുറച്ച് വിഷ്വൽസ് ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അതായത് ഈ പി ആർ ആണല്ലോ ഏറ്റവും കൂടുതൽ ടോക്ക് ഓഫ് ദ ടൗൺ ആവുന്നത്. പി ആർ ഇത് ലൈവിൽ അനുമോള് സംസാരിക്കുന്നതാണ്. ഓക്കെ, പ്രവീണിനോട് വൈകിട്ട് 3:05 ബിഗ് ബോസ്
ജസ്റ്റ് എനിക്കൊരു നമുക്ക് എല്ലാവർക്കും ഒരു ഇത് തന്നു ടാസ്ക് PR പറ്റി സംസാരിക്കുക. എല്ലാവരും എന്റെ പേര് പറയുന്നു. അല്ല, അതിലാണ് എന്റെ ഒരു പ്രശ്നം. പോയ എല്ലാ കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. ഇപ്പൊ എല്ലാരും എന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ എനിക്ക് എമൗണ്ട് അറിയത്തില്ല. ചിലപ്പോ ഞാൻ 2 ലക്ഷത്തിന് ഞാൻ കൊടുത്തത് 2 ലക്ഷത്തിന് കൊടുത്തതാണ്, വേറെ 10 ലക്ഷത്തിന് കൊടുത്തതാണ്. അറ്റൻഡൻസ് എല്ലാരും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അനീഷേട്ടന് ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇല്ല, ഉണ്ട് ഇവിടെ പറയുന്നില്ല. അപ്പൊ കാണുന്ന അപ്പൊ എനിക്ക് ഇതിന് പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് അറിയുന്നില്ല. പക്ഷെ എനിക്കറിയാം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ചിലപ്പോൾ കുറച്ച് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എനിക്ക് അതും ടെൻഷനാണ്. പുള്ളിക്കാരൻ എനിക്ക് പരിചയം കൂടി ഇല്ല. ഞാൻ വരുന്ന മുന്നെയാണ് ഞാൻ പരിചയപ്പെടുന്നില്ല. പക്ഷെ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് ഞാൻ പുള്ളിയുടെ പറയുന്നുണ്ട് ഇല്ല, ഇതൊക്കെയാണ് പുള്ളിക്ക് ആവശ്യം, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ എന്നാണ് എനിക്ക് പറഞ്ഞത്. എന്നാലും വലിയ വഴക്കുണ്ടായി ഇവിടെ കിടന്ന് ഭയങ്കര ബഹളം. ഞാൻ ഒന്നും മിണ്ടാതില്ല, ഇങ്ങനെ കേൾക്കാന്നുള്ളതാണല്ലോ. അപ്പൊ ഞാൻ കേട്ടോണ്ടിരുന്നു. ഇവളുടെ പ്രവീണിനോട് അനുമോള് PR കുറിച്ചാണ് സംസാരിക്കുന്നത്. വെരി ക്ലിയർ ആണ്. എനിക്ക് പേടിയാണ്, അവർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, എനിക്കധികം ബന്ധമില്ല ഈ PR. ജസ്റ്റ് ഞാൻ അങ്ങോട്ട് PR വേണ്ടി അന്വേഷിച്ച സമയത്ത് ഒരാളെ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ PR അങ്ങോട്ട് ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആ PR എന്നെ ഏറ്റെടുക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് അനുമോൾ. അത് ജസ്റ്റ് ഒരു പരിചയമല്ല. ആലുവ മണപ്പുറത്തെങ്ങാണ്ട് ഒരു ദിവസം കണ്ടു, അപ്പം ഞാൻ ബിഗ് ബോസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞു, എനിക്ക് PR ചെയ്യണമെന്ന് പറഞ്ഞു. ഇയാൾ നേരെ പെട്ടിയും ബാഗ് കൊടുത്തിട്ട് അനുമോൾക്ക് PR കൊടുക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെയാണ് കഥ എന്നുണ്ടെങ്കിൽ എനിക്കൊരു ചോദ്യം ഉണ്ട് അനുമോളോട്. ഇത് അനുമോൾ പുറത്തിറങ്ങിയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. വീണു ഏത് ദിവസമാണ് എന്നെ അനുമോളെ ഫോൺ വിളിച്ച് തന്നത്? അല്ല, കുറച്ച് ദിവസം 2-3 ദിവസം കൊണ്ടുള്ള ബന്ധമൊക്കെയാണ് ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ എന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എന്നോട് ഏത് ഡേറ്റിനാണ് ഫോൺ വിളിച്ച് സംസാരിച്ചത്? എവിടെ നിന്നാണ് ഫോൺ വിളിച്ച് സംസാരിച്ചത്? നിങ്ങൾ രണ്ടാളും ഒപ്പമുള്ളപ്പോഴായിരിക്കുമല്ലോ. കോൺഫറൻസ് കോളൊന്നുമല്ല. ആ കോൺഫറൻസ് കോൾ ഇട്ടത് ആര്യനായിട്ടാണ്. ആര്യനും ഞാനും വിനുവും കോൺഫറൻസ് കോളായിരുന്നു. അത് ക്രിക്കറ്റിൻ്റെ കാര്യങ്ങളും ആര്യം പോകുന്നുണ്ടെന്ന് പറയാനുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അനുമോൾ എനിക്ക് തോന്നുന്നത് അനുമോൾ ഇരുന്നത് അന്ന് വിനുവിൻ്റെ ഒപ്പമുള്ളപ്പോഴാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പം അതെങ്ങനെ ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഞാൻ ഈ സ്വപ്നം കണ്ടതാണോ? എന്താണെങ്കിലും അതൊരു സൈഡിലവിടെ. ഇത് പ്രവീണിനോട് പറഞ്ഞത് അതാണ്. പേടിയുണ്ട് മനസ്സിനകത്ത്. അതായത് PR ശരിക്കും പണിയെടുത്തില്ലെങ്കിൽ പണി വാങ്ങുമോ എന്നുള്ള പേടി. ഇനി അടുത്തത് PR കുറിച്ച് പറയുന്നത് നൂറയുടെ അടുത്ത് രാത്രി പോയി സംസാരിച്ചിട്ടുണ്ട്. 10 ലക്ഷം രൂപ കടമുള്ള ഞാൻ 10 കൊടുക്കുന്നൊക്കെ തോന്നുന്നു. ഫ്രീ ആയിട്ട് PR ചെയ്യോ? ഇല്ല. പിന്നെ ഒന്നൊക്കെ കൊടുക്കും. ഒരിക്കലും ഞാൻ അത് കൂടുതൽ കൊടുക്കത്തില്ല. ഇവിടെ പല ആൾക്കാരും 15, 20, 25 കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ ആരെയും പറഞ്ഞു ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു പുറത്ത്. എനിക്ക് തോന്നുന്നു നീ പറയണം, ബാക്കിയുള്ളവർ പറയുന്നുണ്ടല്ലോ. എന്തിനാണ് ഞാൻ പറഞ്ഞു? ആരെയും വിശ്വസിക്കുമോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അന്ന് ആ PR ടാസ്ക് വന്നപ്പോൾ പോലും ഞാൻ ഇവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്കറിയാം. ഇവിടെയുള്ള എല്ലാവരും കാര്യങ്ങൾ ഇത്ര എമൗണ്ട് നീ ഒരു കാര്യം മനസ്സിലാണ്. ഇത്രയും ഇത് കൊടുക്കാൻ റീസൺ എന്താണെന്ന് ഞാൻ ചിന്തിച്ച് നോക്ക്. ഇവർക്ക് ഇത്ര എമൗണ്ട് എനിക്ക് ഇങ്ങനെ സംഭവം വന്നപ്പോൾ ഈ പൈസ എന്ന് വെച്ചാൽ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ സപ്പോർട്ട് അവർക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ഇത്ര എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി കുറച്ച് ആൾക്കാരുണ്ട്. 1 ലക്ഷം രൂപ മാത്രമേ വിനുവിന് കൊടുക്കൂ PR എന്നാണ് അനുമോള് പറയുന്നത്. അവിടെയുള്ള പലരും 15-20 ലക്ഷത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, PR ചെയ്ത അറിവ് അനുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് വിനു കൊടുത്തതാണ് എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് പ്രവീണിൻ്റെ അടുത്ത് സംസാരിക്കും അനുമോള് പറയുന്നുണ്ട്. ഇപ്പം അനുമോള് പറയുന്നു 1 ലക്ഷം കൊടുക്കുമെന്ന്. എന്നാൽ വിനു ഒരു സൈഡിൽ പറയുന്നു ശൈത്യനെ ഒരു മാസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം 1.5 ലക്ഷം രൂപ മേടിച്ചു എന്നുള്ളത്. ഒരു മാസം എന്നല്ല, ഒരാഴ്ചയിൽ അങ്ങോട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ മേടിച്ചു എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ കറക്റ്റ് ഈ സാധനം കണക്കുകൾ എങ്ങനെ ശരിയാവും? അനുമോളെ കണക്കുകൾ ശരിയാവുന്നില്ല. ഒരു സൈഡിൽ ഈ പറഞ്ഞ ശൈത്യനെ രക്ഷിക്കാൻ വേണ്ടി 1.5 ലക്ഷം ആകുന്ന ആള് അനുമോളായതുകൊണ്ട് 1 ലക്ഷത്തിന് പണിയെടുക്കുമോ? കണക്കുകൾ കറക്റ്റാ. അല്ലെങ്കിൽ അനുമോളുടെ ഒരു കണക്കും കറക്റ്റല്ല. ഒരു കാറ് 17 ലക്ഷം എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു കാറ് കിയാൻ്റെ സെൽറ്റോസ്, ഒട്ടും മൈലേജ് ഇല്ലാത്ത സാധനം. 6 പിശുക്കിയും മറ്റേ പൈസക്കാര്യത്തിൽ എന്താ പറയുക പിടിച്ചു ചിലവാക്കുന്നവളുമായിട്ടുള്ള അനുമോള് പോയിട്ട് എടുക്കുന്നതാണോ ഈ മൈലേജ് പറഞ്ഞ 70 DCT മറ്റേ കിയയുടെ സെൽറ്റോസ്? എന്നിട്ട് 2 കാറുണ്ടായിരുന്നു. വീടിൻ്റെ കണക്ക് വേറെ.
ഇപ്പം ഈ പറഞ്ഞല്ലോ ഇത്രയും കടമുള്ള ഞാൻ എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളത്, ഈ 15 ലക്ഷം കൊടുക്കും 20 ലക്ഷം കൊടുക്കും എന്നുള്ളത്. വീടിൻ്റെ കാര്യത്തിലും നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പെങ്ങളും എല്ലാവരും കൂടി വെച്ച വീടാണ്. അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരെയും വിഷയങ്ങളാണ്. പക്ഷെ നിങ്ങളിത് ബിഗ് ബോസിൽ വലിച്ചിടുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ ആൾക്കാരുണ്ടാവും എന്നുള്ളതും കൂടി പ്രതീക്ഷിക്കണ്ടേ. ആ വീടിനകത്ത് സ്വന്തമായി കാറില്ലാത്ത പലരും ഉണ്ട്. അനുമോക്ക് 2 കാറാണ് സ്വന്തമായിട്ട്. ഈ കാറ് പോട്ടെ, കാറിൻ്റെ വീട് അതിലും വലിയ നുണയുന്നില്ല ഭക്ഷണം വെക്കുന്നത്. ബിഗ് ബോസ് വീടിനകത്ത് വന്നിട്ടാണ് ഭക്ഷണം വയ്ക്കാൻ പഠിച്ചതെന്നാണ് അനുമോള് ബിഗ് ബോസ് വീടിനകത്ത് പറയുന്നത്. എന്നാൽ 10,000 രൂപ എന്ന് പറഞ്ഞ് ചിരിക്കുന്ന നമ്മുടെ MG ശ്രീകുമാറോട് പറഞ്ഞത് കേട്ടോ. കുക്കിംഗ് ഒക്കെ അറിയോ? എന്താണ്? വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. എല്ലാം ഉണ്ടാക്കും. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൊണ്ടായി. സത്യമാണേ? സത്യം. പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. ഇത് പറഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം. അതെന്താണ് അങ്ങനെ? എനിക്ക് പൊറോട്ട ഭയങ്കര ഇഷ്ടം. എനിക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അറിയാം. ബിരിയാണി ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. എല്ലാത്തിനും ഈ ആക്ഷൻ എന്തിനാ വരുന്നത്? അല്ല, എനിക്ക് അറിയാം എന്നുള്ളൊരു അഹങ്കാരം. അയ്യോ, ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ അനുമോളാണ് പല കുക്കറി ഷോ സ്വന്തം നടത്തിയിട്ടും പലയിടത്തും ഗസ്റ്റായി പോയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കിയെന്ന് അനുമോള്. സ്വന്തം വീട്ടിൽ പൊറാട്ടയും ബിരിയാണിയും വരെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ അനുമോള് അവിടെ ചെന്നപ്പോഴത്തേക്ക് PR-ൻ്റെ സ്ക്രിപ്റ്റ്, ഞാൻ അടുക്കളയിൽ കയറാറൊന്നുമില്ല, വല്ലപ്പോഴും അമ്മേനെ സഹായിക്കാനേ കയറുള്ളൂ, എന്നിട്ട് ഞാൻ വരെ കൃത്യമായി അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് 4 നേരം വെച്ച് വിളമ്പി തരുന്നില്ലേ. അടുക്കള അമ്മായിയായിട്ട് ബിഗ് ബോസിന് മാറി. ബിഗ് ബോസിൽ നിന്ന് പഠിച്ചതാന്നാണ് പറഞ്ഞത് ഭക്ഷണം വെക്കാൻ അനുമോളെ. അപ്പം ഇത് പിന്നെ AI ആയിരിക്കും അനുമോൾ ഇൻ്റലിജൻസ്. AI വീഡിയോ ആയിരിക്കും അനുമോൾ ഇൻ്റലിജൻസ് വേറെയുണ്ട്. ഈ ശൈത്യം അവിടെ ബാത്റൂമിൻ്റെ അവിടെ ഇരുന്ന് കരയുമ്പോൾ പറയുന്നുണ്ട്, എന്നെ കട്ടപ്പയാക്കി, അല്ലെങ്കിൽ ഞാൻ കട്ടപ്പയായതിന് വലിയൊരു കാരണം നീയാണ്, നിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ കട്ടപ്പയായെന്നുള്ളത്. നൂറ എന്നുള്ളത് ചോദിച്ചു, നീ എന്തിനാണ് ശൈത്യയെ കട്ടപ്പ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അനുമോളുടെ എക്സ്പ്ലനേഷൻ കേട്ടോ. പുറത്ത് അവളെ ആൾക്കാർ പറയുന്നത് എൻ്റെ കുറ്റമല്ല, അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പുറത്തിറങ്ങിയിട്ട് അത് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് പുറത്തിറങ്ങിയാലും എനിക്ക് ആ വീഡിയോ കണ്ടാലും എന്താണ് സംഭവം എന്ന് എനിക്ക് അറിയണം. അതായത് ഇവള് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവൂല. അപ്പൊ എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഇനി എന്തിനാ കട്ടപ്പാന്ന് വിളിച്ചത്? അന്ന് കട്ടപ്പെന്ന് വിളിച്ചത് ഈ പറയുന്ന വയൽക്കാട്ട് വന്നപ്പോൾ എൻ്റെ പറഞ്ഞു കട്ടപ്പയാണ്. അപ്പൊ ഞാനൊന്ന് അവളെ വിളിച്ചു നോക്കിയപ്പോൾ അവൾ ട്രിഗറായി. അവളെന്തിനാ പേടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അല്ല, ഇനി പറഞ്ഞ റീസൺ ഉണ്ടെന്ന്. റീസൺ ഈ അന്ന് കട്ടപ്പെന്ന് വിളിച്ചപ്പോൾ റീസൺ ഒന്നും ഉണ്ടായി. ഞാൻ ഇട്ട് നോക്കിയതാ. അത് കഴിഞ്ഞിട്ടാണ് ഇവൾ എന്നെ കുത്തിയത്. അപ്പൊ റീസണുണ്ട്. അതല്ല എന്നോട് ചോദിക്കുന്നത്. ഒത്തിരി റീസൺ ഉണ്ട്, ഒത്തിരി റീസൺ. ഞാൻ പറഞ്ഞോളൂ, ഒഴിവാക്കി വിടന്നോ? എന്തിന്? അറിയണ്ടല്ലോ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇവിടെ വന്ന് റീസൺ ഒന്നും അനുമോക്ക് അറിയാൻ പാടില്ല. പുറത്തുനിന്ന് വൈൽഡ് കാർഡ്സ് വന്ന സമയത്ത് പറഞ്ഞു ഇതിങ്ങനെ കട്ടപ്പ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ശൈത്യക്ക് എന്നുള്ളത്. അനുമോൾ എന്ത് ചെയ്ത് നേരെ കയറി ആ സാധനം അടിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് കേട്ടല്ലോ നൂറിനോട്. ഞാൻ അവളത് പറയുമ്പോൾ ഞാൻ കട്ടപ്പ എന്ന് ശൈത്യയെ വിളിക്കുമ്പോൾ ശൈത്യയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും തിരിച്ചെന്നുള്ളത് നോക്കാൻ വേണ്ടി കട്ടപ്പ എന്ന് വിളിച്ചതാണ്. ഏതടാ ഇത് ഡ്രാമാക്യുവൻ, ഫെയ്ക്കോളി, നീ മനസ്സിലാവണില്ല. എച്ചാതി ഐറ്റം. അതായത് സ്വന്തം ഫ്രണ്ടായി കണ്ട ആ വീട്ടിനകത്ത് ഇടപഴകിയ ഒരു വ്യക്തിയെ പുറത്തുനിന്ന് വന്ന കുറച്ച് പേര് പറഞ്ഞത് കേട്ടിട്ട് ഒരു പേര് വിളിച്ച് നോക്കി, അതിൽ നിന്ന് സംശയം തോന്നി. അയ്യോ, ഷെർലക് ഹോംസ് തോറ്റു പോകും പൊന്നനുമോളെ. മനസ്സിലായോ? ഷെർലക് ഹോംസ് തോറ്റു പോകും. നമ്മളൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെ കുറിച്ച് ഏതെങ്കിലും ഒരു അണ്ടനാടകോടെന്ന് പറഞ്ഞാൽ പോടാ പുല്ലെന്ന് പറയും. ഇത് ആ ഫ്രണ്ടിനെ വരെ സംശയത്തിൻ്റെ നേരിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ആ പേരും വിളിച്ച് എന്നിട്ട് അവരുടെ ഫ്രണ്ടിൻ്റെ മുഖഭാവം മാറുന്നുണ്ടോ എന്ന് നോക്കി അതിനുശേഷം അതേ ഫ്രണ്ടിനോട് മുഖത്ത് നോക്കിയിട്ട് ഞാൻ റീസൺ ഉണ്ടായതുകൊണ്ടാണ് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കാണിച്ചിട്ട് ഇപ്പുറത്ത് വന്നിരുന്നു പറയാം. റീസൺ ഒന്നും പ്രത്യേകിച്ചില്ല. മറ്റേ സിനിമയിലുണ്ടല്ലോ, ഇപ്പം താക്കോലോടെ ഇരിക്കുന്നു, താക്കോൽ അവിടെ അപ്പുറത്തുണ്ട്, പിന്നെ ഇന്നാ ഇപ്പം പറ താക്കോലോടെ, അത് ഫിഷ് ടാങ്കിൻ്റെ അകത്താണ്. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഈ അനുമോളി കിടന്നിട്ട് ഉരുണ്ട് പരണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നാറിയ ഗെയിം കളിക്കാനും വേണം അവിടെ ഒരു ഉള്ളിപ്പില്ലായ്മ അതുണ്ടല്ലോ. ഉള്ള എന്താണെങ്കിലും കഴിഞ്ഞിട്ടില്ല, PR കണ്ടും കഴിഞ്ഞിട്ടില്ല. അടുത്ത PR-ന്റെ സാധനം ശൈത്യ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഈ വ്യക്തി എനിക്ക് പരിചയപ്പെടുത്തുന്ന ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് മുമ്പത്തെ. അത് കാരണം വെച്ചാൽ ഈ സംഭവം പറഞ്ഞതിന് മുന്നേ എനിക്കറിയത്തില്ല ഈ ഷോയെ പറ്റിയോ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും പറയുന്നു ഇങ്ങനെ PR ഉണ്ട്, അത് ചെയ്യണം, എല്ലാവർക്കും ഉണ്ട്, കഴിഞ്ഞ സീസണിൽ അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കറിയില്ല. അപ്പം
ഞാൻ കുറേ പേർക്ക് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടായിരുന്നു ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എല്ലാവരും കുറേ പേര് നിനക്ക് ഓൾറെഡി ഫെയിം ഉണ്ട്, നിനക്ക് കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട്, മറ്റേ പ്രോഗ്രാമിൻ്റെ ആൾക്കാർ, നിനക്ക് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. വീഡിയോ കട്ട് ചെയ്യാനും പിന്നെ അല്ലാണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരാൾ വേണം, സപ്പോർട്ടിങ് ഒരാൾ. അപ്പം ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ആരും പരിചയമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ പോലും നോക്കണം ഞാനാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം. എനിക്ക് ഒന്നുമില്ല, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ വെക്കണം, ഈ പുള്ളിക്കാരൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഞാൻ നിന്റെ പറഞ്ഞു എനിക്ക് PR ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, നേരിട്ട് കാണാമെന്നും പിന്നെ നല്ല എമൗണ്ട് ചോദിച്ചു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പുള്ളി നല്ല വിശ്വസിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി എൻ്റെ ചോദിച്ച എമൗണ്ട് എത്രയെന്നാണ്? 15 ലക്ഷം രൂപയാണ്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടെന്ന് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അനുമോള് വിനുവിനെ വിളിച്ച സമയത്ത് വിനു ആണ് പറഞ്ഞത് 15 ലക്ഷത്തിൻ്റെ കണക്ക് എന്നാണ് അനുമോള് പറയുന്നത്. അപ്പോൾ 15 ലക്ഷത്തിൻ്റെ കണക്ക് എവിടുന്ന് വന്നു, ആര് പറഞ്ഞു എന്നുള്ളത് ക്ലിയറായേ? നമ്മളാരും കൊണ്ടുവന്നിട്ടൊന്നുമല്ല. ഇതേ അനുമോള് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് ആ കണ്ടസ്റ്റൻസ് പറയുമ്പോൾ ഇത് അനുമോളെ വായെന്ന് തന്നെയാണ് ഈ 15 ലക്ഷത്തിൻ്റെ കണക്ക് വന്നേ. വിനുവിനായിട്ട് പുറത്തുള്ള ഡീല് സംസാരിച്ചപ്പോൾ വിനു 15 ലക്ഷം എന്നുള്ളൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം തള്ളിയതാണോ അനുമോള് 15 കൊടുത്തു എന്നുള്ളത്? എനിക്ക് തോന്നുന്നത് അതാണ് കേട്ടോ. അനുമോള് മിക്കവാറും ബിന്നിയോടും ശൈത്യയോടൊക്കെ അല്ലെങ്കിൽ ആദിയോടൊക്കെ ഞാൻ 15 ലക്ഷത്തിന് PR കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞ് തള്ളിക്കാണും. വിനുവിനാണെങ്കിൽ ഇപ്പോൾ വെട്ടും പോയി, 15 കിട്ടിയില്ല. ഇനിയിപ്പോൾ എത്ര കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാനും പാടില്ല. ഒരു സൈഡിൽ അനുമോള് പറയുന്നത് 1 ലക്ഷം കൊടുക്കൂ. ഞാൻ ആലുവ മണപ്പുറത്ത് ഒരു വട്ടം കണ്ടിട്ടേ ഉള്ളൂ ഈ പറഞ്ഞ അനുമോള് വിനുവിനെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്താ അറിയോ, ഇവളുടെ പ്ലാനഡ് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടി വിനുവും ഇവളും തമ്മിൽ കച്ചറയും നടക്കാൻ പോണ സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞില്ല. വിനു ഇവളും തമ്മിൽ കടിയാവും. പുറത്തിറങ്ങുമ്പോൾ വിനു ഇവളുടെ ജീവിതം തുടച്ചു എന്നുള്ള പേരിൽ ORMനെതിരെ അനുമോള് വീണ്ടും തിരിയും. അതോടുകൂടിയിട്ട് വിനു അനുമോളും തമ്മിൽ സ്പ്ലിറ്റായി പോയി. ഗോപിക്കുറി മരിച്ചു, വിനുവിൻ്റെ വഴിക്ക് വിടാം. കാരണം എന്താ, ഇതിനകത്ത് വിനു ഇവിടെ പുറത്ത് കഴിഞ്ഞ ദിവസം വീഡിയോനകത്ത് മറ്റേ അനുമോളുടെ പ്രൊഫൈലൊക്കെ പൊക്കി പിടിച്ച് കുറേ മെസ്സേജ് വരുന്നതിൻ്റെയൊക്കെ, അതായത് അനുമോളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലാണ് ഈ കാണിക്കുന്നതെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ അവിടെ അനുമോള് പറയുന്നത് അങ്ങനെ ഒരു പ്രൊഫൈലും വിനുവിന് കൊടുത്തിട്ടില്ല എന്നാ. ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പുള്ളിയെടുത്ത് പിന്നെ പുള്ളി പറഞ്ഞു പിന്നെ പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പിന്നെ വീണ്ടും എൻ്റെ സംസാരിച്ച് പറഞ്ഞു പുള്ളി ഒരാളുടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു, PR വർക്ക് ഒരാളുടെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തോടാ, ഞാൻ 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപയ്ക്കകത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഉള്ള ആരെ വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ. അത് ഒന്നും സംസാരിച്ചില്ല, അതിനെ പറ്റി ഒന്നും പുള്ളി സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ നോക്കട്ടെ, ഇവിടെ എത്ര പേര് ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ, വരുന്നത് ആരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു. വരുന്നത് ആരും നോക്കട്ടെ പറഞ്ഞിട്ട് പുള്ളി പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല, എന്നെ കോൾ വിളിച്ചില്ല. 4 ആയി, 3 ദിവസം എനിക്ക് ഇനി സമയമുള്ളൂ. ആ ടൈമിൽ എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞ് എന്തായി ഈ വീഡിയോ കട്ട് ചെയ്യാനും റീൽ ഇടാനും ഇൻസ്റ്റാഗ്രാം നോക്കാൻ ആരെങ്കിലും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ആരെയും കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ചേച്ചിയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ട് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ പേജല്ല, എൻ്റെ പേരിലൊരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് പുള്ളി നോക്കുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുത്തിട്ടില്ല. എത്ര മില്യൺ ഫോളോവേഴ്സ് ഉള്ള അത് ഇൻസ്റ്റാഗ്രാം. അത് എൻ്റെ ഫോൺ എൻ്റെ ചേച്ചിയുടെ കയ്യിലായിരിക്കുന്നത്. ഫോൺ ഉണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാ പോകുന്നത്? നിന്റെ അക്കൗണ്ട് അയാളുടെ കയ്യിലാണ് ഇപ്പോഴോ? അയാളാണ് അത് നോക്കുന്നതും എടുക്കുന്നതും എല്ലാം. അയാള് തന്നെ പറഞ്ഞത്, എന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാ. നീ എന്റെ അടുത്ത് പറഞ്ഞു 15 ലക്ഷത്തിന്റെ കാര്യം, അതേപോലെ തന്നെ അയാളും പറഞ്ഞു 15 ലക്ഷം നീ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ മുന്നിട്ട് ചോദിക്കാം ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ. അതുപോലെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിനുവിന്റെ മുന്നിൽ ചോദിക്കും, ഞാൻ വിനുവിന് 15 ലക്ഷം തന്നിട്ടുണ്ടോ? അപ്പൊ വിനു പറയും ഇല്ല, അനുമോള് തന്നിട്ടില്ല. പിന്നെ എത്ര ലക്ഷം രൂപ? അതിന്റെ കണക്കൊക്കെ നമ്മൾ ഈ പറയണം. 1 ലക്ഷമല്ലേ ഞാൻ തന്നിട്ടുള്ളൂ എന്ന് അനുമോള് ചോദിക്കുമ്പോൾ വീണ്ടും വിനു ഒന്നും പറയാതിരിക്കും. 1, 3, 5 നിങ്ങൾ എത്ര ലക്ഷത്തിന്റെ ഡീല് വേണേ നടത്തടേ, നമുക്കെന്ത് പോയി പുല്ല്. പക്ഷെ ഇത് പാടി പറഞ്ഞ് നടക്കുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി വേണ്ടേ? ഒരു ഷോനകത്ത് വന്നിരുന്നിട്ട് മോസ്റ്റ് മെജോറിറ്റിയും ഇതിനെക്കുറിച്ച് അറിയാത്ത PR മാനിപ്പുലേഷനിൽ പെടാത്ത ആളുകളെ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ഈ റീൽസ് കട്ട് ചെയ്തിടാനാണെന്നുണ്ടെങ്കിൽ വിനുവിൻ്റെ ആവശ്യം അല്ലെങ്കിൽ OMRൻ്റെയും PRൻ്റെ ആവശ്യമൊന്നുമില്ല മക്കളെ. റീൽസ് കട്ട് ചെയ്തിടാൻ എമ്പാടും റീൽസ് ഹോട്ട്സ്റ്റാറും ഏഷ്യാനെറ്റും ആയിട്ട് ഇഷ്ടംപോലെ കൊളാബ്സ് ഇവർക്ക് തന്നെ കൊടുക്കുന്നുണ്ട് ഒരു കണ്ടസ്റ്റൻറ്റിന്. നിങ്ങൾ നോക്കിയാൽ മതി ഓരോ സീസണിലും.
പിന്നെ എന്തിനാണ് സ്പെഷ്യലായിട്ട് കട്ട് ചെയ്തിട്ട് പ്രൊഫൈലിൽ ഇടുന്ന സമയത്ത് അത് ഹോട്ട്സ്റ്റാർ അടിച്ച് കളയല, അങ്ങനെ കുറേ കണ്ടസ്റ്റൻസിൻ്റെ പേജ് അടിച്ചു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം എന്തിനാണ് ഇവർക്ക് PR? 4 റീൽസ് കട്ട് ചെയ്തിടാനോ? അമ്പട പുളുസു അറിഞ്ഞില്ല. അതിനു വേണ്ടിയാ PR അതിനൊന്നുമല്ല. വോട്ട് മറയ്ക്കാൻ, ആഴ്ചയ്ക്ക് അവിടുന്ന് ഇവിടുന്നും തുരപ്പം പണി വെച്ച് വോട്ട് മറച്ചെടുക്കാൻ വേണ്ടിയുള്ള പണി. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിന്ന് ഡാറ്റ, മൊബൈൽ നമ്പർ മേടിച്ച് കൊണ്ടുപോകും, OTP 1 ടൈം മേടിച്ച് കൊണ്ടുപോകും എന്ന് അനുമോളുടെ ചേച്ചിയുടെ ഒരു കേസ് ഞാനിവിടെ ഓഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞു, ചേട്ടാ ഇത് വർക്ക് ചെയ്യുന്ന രീതി, അതായത് കുറേ ആപ്പുകളുണ്ട് ആപ്പ് സ്റ്റോറിനകത്ത്, ക്ലോൺ ചെയ്യാൻ പറ്റും നമുക്ക് അതിനകത്ത് ഓരോ ആപ്പിലേക്ക്. ഇപ്പോൾ ഹോട്ട്സ്റ്റാർ തന്നെ ഞാനിവിടെ സ്ക്രീൻഷോട്ട് ചെറുതായിട്ട് വെക്കാം. ഇതുപോലെ ക്ലോൺ ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു ക്ലോൺ ആപ്പിനകത്ത് എടുക്കാം. എന്നിട്ട് അതിലൊക്കെ ഓരോ നമ്പറും OTP വെച്ച് ലോഗിൻ ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഡാറ്റാബേസ് മൊത്തം ഇവരെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു 1000 ഫോൺ ഉപയോഗിച്ച് അതിനകത്തൊക്കെ ഇതേപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഒരു ആപ്പിനകത്ത് തന്നെ 100, 200, 300, 400 ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ച് ക്ലിക്ക് ഫാമിങ് ചെയ്യുന്ന പോലെ ഇവർക്ക് OTP 1 ടൈം ഉള്ളത് ഇവരെ കയ്യിലുണ്ട്. ഓരോ ഹോട്ട്സ്റ്റാറിലും 1 ടൈം അടിച്ചു കഴിഞ്ഞാൽ 30 ദിവസമൊക്കെ ചിലപ്പോൾ അത് നിൽക്കും. അങ്ങനെ OTP ഇവരാരെങ്കിലും മേടിച്ച് കൊണ്ടുപോയി നിങ്ങളുടെ നമ്പർ മേടിച്ചുകൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് റീസെൻറ്റ് സൈനിൻ്റെ അടക്കം ലോക്ക്ഡൗൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു നോക്കും. എന്നാലും നിങ്ങളിത് പോയില്ല എന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും. പിന്നെ നിങ്ങൾ ആവശ്യമായിരിക്കില്ല. ആ ആപ്പിൽ നിന്ന് എപ്പോൾ ഈ സാധനം മുമ്പിൽ അപ്ലൈ ചെയ്യുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ അവരെന്നെ അടിച്ച് കയറ്റിക്കോളൂ വോട്ട്. അനുമോക്ക് അങ്ങനെ ആഴ്ചയ്ക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ പരിപാടി പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനസ്സിലായ? എന്താണെങ്കിലും കുണുമോക്ക് കപ്പ് കിട്ടണം. ഞാനതേ പറയൂ. ഇത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ പോലെ കുണുമോക്ക് കപ്പ് കിട്ടണം. മനസ്സിലായോ? ഇത്രയൊക്കെ ഗതികെട്ടിട്ട് ഒരു കണ്ടസ്റ്റൻ്റ് ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കപ്പ് കൊടുക്കണ്ടേ ബിഗ് ബോസ്? കൊടുക്കുക ബിഗ് ബോസ്.